ചിത്രങ്ങൾ വരയ്ക്കുന്ന നമ്മുടെ ജസ്ന സലീം പുള്ളിക്കാറ്റി നമ്മുടെ സബ്ജക്റ്റ്. ആക്ച്വലി ഇത് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇരവാദവും കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെ പറ്റി പടുമോശമായിട്ട് ആരോ പറയുന്നുണ്ട്. പലരും അവരെ ഒരു ഹണി ട്രാപ്പുകാരിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്യാദി കർമ്മങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി കേസുകൾ കൊടുക്കുന്നു, സ്ഥിരമായി കേസുകൾ റിജക്റ്റ് ആകുന്നു. ഇങ്ങനെ കുറേ അധികം അലിഗേഷൻസ് ആണ് പുള്ളിക്കാറ്റി പറയുന്നത്. അവരാദ്യം തന്നെ പറയുന്ന ഒരു അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകന് ഉസ്താദ് എന്തോ ചെയ്തതിന്റെ പേരിൽ ഒരു മെന്റൽ ഡെറോമ ഉണ്ടാകുന്നു. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ എന്ന വ്യാജേന ആരോ പരിചയപ്പെടുത്തിയ ഒരാൾ വന്ന് കാണുന്നു. അയാൾ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന ഇവർക്ക് അവിടെ വെച്ച് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു. അതിനുശേഷം അവരുടെ ആ ഇൻസിഡന്റിൽ അവർ ക്യാമറ എടുത്ത് വെച്ച് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പുറത്തു പോകുമെന്ന് കരുതി ഇവരിതൊക്കെ സഹിച്ചു. അതായത് ഇവരെ റേപ്പ് ചെയ്തു. അയാൾ ഡോക്ടറല്ല, അയാളൊരു മെന്റൽ പേഷ്യന്റ് ആണ്. അയാളുടെ അമ്മയെ അവർ പോയി കണ്ടിരുന്നു, കാല് പിടിച്ച് പറഞ്ഞിരുന്നു എന്നെ ഉപദ്രവിക്കരുതെന്ന്. ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ അമ്മ മകന് ഭ്രാന്താണ്, എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയെന്നാണ് ജസ്നയുടെ വാദം. അപ്പൊ ഈ വാദം ശരിവെക്കുന്ന രീതിയിൽ കുറച്ച് ക്യാമറയും കൊണ്ട് കുറച്ച് മീഡിയ പേഴ്സൺസ് അങ്ങോട്ട് തള്ളിക്കയറി പോയിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറയുന്ന മുഴുക്ക കേൾക്കുന്നുണ്ട്. ഞാനതിവിടെ പ്ലേ ചെയ്യുന്നില്ല. ആക്ച്വലി ഇതിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണെന്ന് അറിയാമോ? ജസ്ന സലീം എന്ന വ്യക്തി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. എനിക്കത് അത്ര വലിയ വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. അതിനേക്കാൾ നല്ല ചിത്രങ്ങളുണ്ട്, അതിനേക്കാൾ നന്നായി പടം വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരുമുണ്ട്. എന്തുകൊണ്ട് ജസ്ന സലീമിനെ ഈ പ്രൊഫഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു? ഇതിനകത്തൊരു തീവ്രവാദമുണ്ട്. അതായത് ഇസ്ലാമിയരെ അകറ്റി നിർത്തുന്നവരെ അടുപ്പിച്ച് നിർത്തുന്ന തരത്തിലൊരു പ്രത്യേക തരം സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. അത് ബേസിക്കലി കുറെ അധികം എക്സ് മുസ്ലിം നടത്തുന്നുണ്ട്. എനിക്ക് പേര് തന്നെ വെറുപ്പാണ്. മുസ്ലിം അല്ലെങ്കിൽ വേണ്ട വിട്ടിട്ട് പോവുക. അതെന്താണ് എക്സ് മുസ്ലിം? വേറെ എക്സ് ക്രിസ്ത്യൻ, എക്സ് ഹിന്ദു എന്നില്ലല്ലോ. ഇവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ലേബൽ, എക്സ് മുസ്ലിം. ഈ മതം വിട്ട് പുറത്തേക്ക് പോയവർ യുക്തിവാദികളാവുകയല്ല ചെയ്യുന്നത്, അവർ എക്സ് മുസ്ലിമാണ്. ഈ എക്സ് മുസ്ലിം ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഇസ്ലാമിനെ അങ്ങോട്ട് ആക്രമിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സാമൂഹിക സാഹചര്യ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പുസ്തകവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേയധികം നിയമവാദികളും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പ്രാക്ടിക്കൽ ആകുന്ന സാധനമല്ല. പക്ഷേ അത് ഫോളോ ചെയ്യുന്ന കുറെ മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. അത് അവരങ്ങനെ കൊണ്ടുപോയിട്ട് അവർ മതം അനുസരിച്ചും മതമില്ലാതെയും ജീവിക്കാൻ അവകാശമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് അവരുടെ രീതിയിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ. അത് എടുത്തു വെച്ച് ഉടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ എണ്ണം അങ്ങോട്ട് പോയി ചേരും. ജസ്ന സലീം എന്ന പെൺകുട്ടി ഒരു പാർവതിയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ആയി തലയിൽ ഈ തട്ടവും ഇല്ലെങ്കിൽ ഇത് വാർത്തയാണോ? ആവില്ല. ഗുരുവായൂരപ്പന്റെ നട, ഇതൊക്കെ ഞങ്ങളും ഒക്കെ പോകാറുണ്ട്. ഒരുപാട് മുസ്ലിം ആൾക്കാർ അവിടെ പോകാറുണ്ട്. അവരറിയുക പോലുമില്ല. ക്യൂവിൽ നിന്ന് പോയി തൊഴണമെന്ന് വെച്ചാൽ തൊഴും. എന്റെ മകന്റെ നടയിരിപ്പൊക്കെ അവിടെയാണ്. അതായത് ആഹാരം ഊണ് കൊടുക്കുന്നില്ല, അതൊക്കെ അവിടെയാണ്. അവിടെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചുറ്റുമുള്ളവർ ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതിനിപ്പം പള്ളിയിൽ അറിഞ്ഞാൽ പ്രശ്നമാകുന്നു, അമ്പലത്തിൽ അറിഞ്ഞാൽ പ്രശ്നമാകുന്നുള്ള വിശ്വാസം ഇതില്ല. ഒരു വിശ്വാസമാണ് ഇതല്ല. ചിലർക്ക് അവിടെ വിവാഹം നടത്തിയാലേ ഒരു സമാധാനം ഉണ്ടാവും. ആ നടയിൽ ഏത് കോണയിൽ നിന്ന് നടത്തിയാലും നിങ്ങളുടെ ഗുരുവായൂരപ്പനെ കാണണമെന്ന് വെച്ചാൽ അങ്ങേര് കാണും, അത്ര തന്നെ. അതിനത്ര വലിയ വിശേഷമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഇടയ്ക്ക് അവിടെ നടന്ന ഒരു കാറിന്റെ ഇഷ്യൂ, ആരോ കൊണ്ടുവന്ന് കൊടുത്തത് ഒരു മുസ്ലിം വാങ്ങിയത് പ്രശ്നമാണ്. ഡബിൾ പൈസ കൊടുത്ത് അയാളും തിരിച്ചു വാങ്ങുന്നു. മതം ഒരു വൃത്തികെട്ട സാധനമാണ്. അത് മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ച മാരക ക്യാൻസറാണ്. ആ ക്യാൻസർ ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളത് സംശയിക്കേ വേണ്ട. തലയിൽ തട്ടമുള്ള ഇസ്ലാം നാമധാരികളായ പെൺകുട്ടികളെ ഇപ്പുറത്തോർക്ക് ഭയങ്കര സ്നേഹം, തൂക്കിപ്പൊക്കും. അവരെന്ത് പറഞ്ഞാലും അത് ആപ്തവാക്യമായിരിക്കും. പറയുന്നതിൽ എന്ത് ജെന്യൂനിറ്റി ഉണ്ടോ, കൃത്യമാണോ, ഒന്നും അറിയണ്ട. ജാമിത നിരന്തരമായി ഇരുന്ന് വിളിച്ചു പറയുന്നത് മുഴുക്ക ഇസ്ലാം വിരുദ്ധതയാണ്. ജാമിത ജീവിച്ചത് എങ്ങനെയാണ്? ഇസ്ലാമിയരുടെ സപ്പോർട്ടോട് കൂടി ജീവിച്ച സ്ത്രീയാണ്. കാരണം അവളുടെ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള സാമ്പത്തിക ശേഷിയിലായിരുന്നു. അത്തീംഖാനയിൽ വളർന്ന ഒരു പെണ്ണ്, അവിടുത്തെ ടീച്ചറായി വളർന്ന ഒരു പെണ്ണ്, വിവാഹശേഷം 2 ആൺമക്കൾ, 2 കുട്ടികൾ, ആണോ പെണ്ണോ അറിയില്ല, 2 കുട്ടികൾ. ആ കുട്ടികളെ വളർത്താനും അവിടെ തന്നെ ജോലി നേടാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്ലാമിയർ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നു. ടീച്ചറായിരുന്നു അവർ, ഇസ്ലാമിക സ്കൂളിലെ ടീച്ചർ. BEd കാരിയോ TTC കാരിയോ അല്ല, മദ്രസയിലെ ടീച്ചറാണ് അവർ. ജാമിത ടീച്ചർ. അവർക്ക് എന്താണ് വാല്യൂ? ജാമിത എന്ന പേര് തന്നെയാണ് അവരുടെ വാല്യൂ. അവരൊരു ലക്ഷ്മിയോ പാർവതിയോ ആയി കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കാൻ പോലും പോകത്തില്ല. അവർ ഈ പുസ്തകം എടുത്ത് വെച്ചിട്ട് അങ്ങ് പറച്ചിലാണ്. പലതും പറയും. ചില സമയത്ത് അവർ പറയുന്ന മുറി ടീംസിനെ വിശ്വസിക്കരുതെന്ന് പറയും. അവരുടെ മകൻ മുറിയാണ്, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് മുറിയാണ്, മുൻപത്തെ ഭർത്താവ് മുറിയായിരുന്നു, ഇടയ്ക്ക് വന്ന കാമുകൻ മുറിയായിരുന്നു. മൊത്തത്തിൽ മുറികളുടെ കൂടെ നിന്നിട്ട് അവർ പറഞ്ഞ മുറി ടീംസിനെ വിശ്വസിക്കരുത് എന്നാണ്. എന്നാൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ മക്കളെങ്കിലും മുറിക്കാതിരുന്നൂടെ? ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും അല്ല. ഇത് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ, അതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഇത് കാരണം 2 വിഭാഗങ്ങൾ തമ്മിൽ തല്ലുമെന്നുള്ള സാമാന്യ ബോധം പോലും ആ സ്ത്രീക്കില്ല. നിരന്തരമായിരുന്ന് പറച്ചിലാണ്. SFIക്കാർ തല്ലിക്കൊന്നതാണ് ഒരു പയ്യനെ, ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ. പെൺകുട്ടി പോയി SFI ഗുണ്ടകളോട് പറഞ്ഞു, അവന്മാരെടുത്ത് തല്ലിക്കൊന്നു. ഇതിലെന്താണ് മതം ചെയ്തത്? ഇതിനകത്ത് മതമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഗുണ്ടകളാണ്, ഗുണ്ടകൾ തല്ലിക്കൊന്നതാണ് ആ കുട്ടീനെ. ഒരു പെണ്ണിനോട് പ്രണയം പറയുന്നത് തെറ്റാണോ? എത്രയോ ഹിന്ദു മുസ്ലിം വിവാഹങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. കുറ്റമാണോ അത് പറഞ്ഞതിന് ആ പെൺകുട്ടിയെ വെർബൽ റേപ്പ് ചെയ്യുകയാണ് ജാമിത ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്വമേധയാ കേസ് എടുത്തു. ഇത് നിത്യേന നടക്കുന്ന സംഭവങ്ങളാണ്. ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി തുടങ്ങി കുറെ എണ്ണം എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരിപ്പുണ്ട്. റീസെന്റ് ഒരുത്തൻ തിരിച്ചു വന്നിട്ടുണ്ട്. അവന്റെ യുക്തിവാദമൊക്കെ തീർന്ന് അവൻ തിരിച്ചു കയറി. അപ്പൊ അത് എന്ത് തരം യുക്തിവാദമായിരുന്നു? അത് കുയുക്തിവാദം എന്ന് ഞാൻ പറയും.
ഇത്തരത്തിൽ പോകുന്ന കുട്ടികളെ ബൂസ്റ്റപ്പ് ചെയ്ത് തൂക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ കുറേ പേരുണ്ടാകും. അവരുടെ ഇന്റൻഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനതയെ, അപരവൽക്കരണത്തിൽ ഇരിക്കുന്ന ജനങ്ങളെ വീണ്ടും ഇകഴ്ത്തുകയും അടിച്ചു താഴ്ത്തുകയുമാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഒരിക്കലും അവർ മുൻപോട്ട് വരണമെന്നോ അവർക്ക് ഒരു വികസനം ഉണ്ടാകണമെന്നോ ഒന്നും ഇവരുടെ ചിന്തയിലില്ല. ആ വിഭാഗത്തിനെ അങ്ങ് തള്ളിക്കളയുക, നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടേം. ഇനി പേരൻസിന്റെ കാര്യം പറയാം. ഇവരുടെ പേരൻസിന് അനുസരിച്ചില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ ജമാഅത്ത് ഇടപെടുന്നത് പോലുമില്ല. കുട്ടി ചെയ്യുന്ന തെറ്റ് അമ്മയ്ക്ക് ബാധകമല്ല. അമ്മയാണ് ജമാഅത്തെങ്കിൽ അമ്മ അവിടെ കാണും. കുട്ടിക്ക് എവിടെ പോയി ചേരണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഒരു കാരണവശാലും നിഷേധിക്കാറില്ല. ഇപ്പൊ പാടെ അവർ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം പഴയ കാലമല്ല, മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ സമ്മതിച്ചു കൊടുക്കത്തില്ല, നന്നാകാനേ സമ്മതിക്കില്ല. വളരെ വേരിയേഷൻസ് ഉണ്ട്. സമസ്ത വേറൊരു കൂട്ടം, ഷാഫി ഷിയ ഇത് വേറൊരു കൂട്ടം. തിരുവനന്തപുരം സൈഡിലൊക്കെ പോയാൽ നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാക്കും. പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റാത്ത കണക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വിഭാഗത്തിനെ അപരവൽക്കരിക്കാൻ ഒരു പ്രത്യേക സുഖം കാണുന്ന കുറേയധികം വിഭാഗങ്ങളുണ്ട്. അവരുടെ കയ്യിലേക്ക് ചട്ടുകമായിട്ടാണ് ഇവരൊക്കെ പോയി ചാടി കൊടുക്കുന്നത്. അവർക്കൊക്കെ തന്നെ ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ, തന്റെ പെട്ടി നിറയണം, വിയർക്കാതെ കാശ് കിട്ടണം. ഇപ്പോൾ സുരേഷ് ഗോപി വരെ ഈ ജസ്നയെ തൂക്കി തലയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് എന്ന്. ഗുരുവായൂരപ്പന്റെ ഭക്തയുള്ളവൾ എന്തിനാണ് ഈ തട്ടമിട്ടുകൊണ്ട് നടക്കുന്നത്? ജസ്ന സലീം എന്ന പേരെന്തിനാ ഉപേക്ഷിക്കാതെ വെച്ചിരിക്കുന്നത്? ഇവളുടെ മതത്തിൽ ഐഡോൾ വർഷിപ്പ് നിഷിദ്ധമല്ലേ? പിന്നെന്തിനാ അത് വെച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാം തന്നെയാണ്. അവർ ഇസ്ലാം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാം വിട്ടുപോകാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കുകയില്ല, സത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ അതിനെ പൊലിപ്പിച്ചു വെച്ച് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു? അത് കാര്യമുണ്ട്, മറ്റൊന്നുമല്ല. ഇവർക്ക് മിക്സഡായി ജീവിക്കണമെന്നോ മറ്റൊന്നുമല്ല ലക്ഷ്യം. ഇവരെയും പറ്റിക്കണം, ലവരെയും പറ്റിക്കണം, അത്രയേ ഉള്ളൂ. ഇവരും ഒരു തുലാസിൽ നിൽക്കും, അവരും ഒരു തുലാസിൽ നിൽക്കും. രണ്ടുപേരും തമ്മിൽ തല്ലിയാലും തനിക്ക് ഗെയിൻ ഉണ്ടാകണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ. എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്ന കേസ്, അതിന്റെ ഉടായ്പ എന്താണെന്ന് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു, നിങ്ങൾ കണ്ടു നോക്കാം. FIR നമ്പർ ഉൾപ്പെടെ ഒരു ചാനൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട് ഡീറ്റെയിൽസ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. നിരന്തരം ഒരാൾ കേസ് തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ അയാൾക്കുള്ള വാല്യൂ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒരാളെ നിരന്തരം ഇതേപോലെ ആൾക്കാർ വേട്ടയാടുകയാണ്. പെൺവാണിഫക്കാരി അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഉപദ്രവിച്ചു, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, നിരന്തരം ഈ കേസ് തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ അയാൾ തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സിനാരിയോ ഉണ്ട്. പല കേസുകളും കോടതികളിൽ എടുത്തു കളയപ്പെട്ടിട്ടാണുള്ളത്. അതിന്റെ കാരണം കൃത്യമായ തെളിവില്ല. ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കുമ്പോൾ തെളിവ് അവിടെ കൊടുക്കണം. തെളിവിൽ ഇതൊന്നുമില്ല. അപ്പോൾ എന്താണത്? ഹണി ട്രാപ്പ് തന്നെയാണ്. എമൗണ്ട് വാങ്ങി സെറ്റിൽ ചെയ്യുക എന്നാണ് ഇവരുടെ ഒരു സ്ഥിര രീതി എന്നാണ് ആ ചാനലുകാർ പറയുന്നത്. വസ്തുത എന്തെന്ന് അവർക്കേ അറിയുള്ളൂ. കൃത്യമായ FIR നമ്പർ ഉൾപ്പെടെയാണ് അവർ പറയുന്നത്. സോ നിങ്ങൾ അത് കേട്ട് നോക്കുക, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്ക് അതിനകത്ത് അഭിപ്രായമില്ല. ഈ ഒരു വിഷയത്തിൽ ജസ്ന ചെയ്യുന്നത് രണ്ട് വിഭാഗക്കാരെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യങ്ങളും. ജസ്ന എന്ന് മാത്രമല്ല, എക്സ് മുസ്ലിം എന്ന രീതി കുറേയധികം പേര് ചെയ്യുന്ന ഒരേ സാധനം തന്നെയാണ്. കാര്യപ്രസക്തമായ കാര്യങ്ങൾ പറയുകയോ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യാതെ സ്വന്തം കീശ നിറയ്ക്കാനും സ്വന്തം വിയർപ്പിന്റെ അസുഖം മാറ്റിവെക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനതയെ മറ്റൊരു വിഭാഗം ജനതയ്ക്ക് ഇട്ടുകൊടുക്കുകയും അവരെ അപരവൽക്കരിക്കുക മാത്രമല്ല ആക്രമിക്കാനുള്ള തൂണ്ടുതലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ എൻ്റെ മതത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് അവർ ഹാംഫുൾ അല്ല എന്നുള്ളത്. അവർ തല്ലാനും കൊല്ലാനും പിച്ചാനും വരത്തില്ല. നിങ്ങൾക്ക് വേണ്ടേ ഇട്ടിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്നേ പറയുള്ളൂ. അൺടിൽ നമ്മൾ അവരെ അനാവശ്യമായി പോക്ക് ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തത് അവർ നിർബന്ധിക്കത്തില്ല. ഇസ്ലാം ഒന്നും നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിൽ യാതൊരു നിർബന്ധങ്ങളും പറയുന്നില്ല. ഹിജാബിന്റെ കാര്യമായാലും ബാക്കിയൊക്കെ ഇന്നത്തെ പണ്ഡിതന്മാർ, വിയർപ്പിന്റെ അസുഖമുള്ളവർ, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല സാധനങ്ങളും ഇൻജെക്ട് ചെയ്ത് വെക്കുന്നതാണ്. അതിലൊന്ന് രണ്ടെണ്ണം പറയാം. ഇസ്ലാമിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടത്രേ, പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം വെണ്ണീറായി പോകുന്നോ, പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം രക്ഷപ്പെട്ടതേ ഇല്ല. ബംഗ്ലാദേശ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പാകിസ്ഥാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് ഭരണാധികാരികൾ, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും സ്ത്രീകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ മുഹമ്മദ് നബി അനുസരിക്കുന്നില്ലെന്നാണോ അർത്ഥം? അപ്പോൾ അത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പൊട്ടുവെച്ചാൽ തൃശൂലം കുത്തിക്കയറ്റും, മരിച്ചു ചെല്ലുമ്പോൾ നരകത്തിൽ കെട്ടി ശൂലം നെറ്റി കുത്തിക്കയറ്റും എന്നൊക്കെയാണ് പള്ളിക്കൂടത്തിൽ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കണം. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ വിവാഹശേഷം നെറ്റിയിൽ പൊട്ടുവെച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ തൃശൂലം കുത്തിക്കയറ്റത്തില്ലയോ? ഒരുപാട് കാര്യങ്ങളിൽ നാട് വിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളും ആചാരങ്ങളും ഉണ്ടാകും. അത് നമ്മൾ പൊട്ടക്കണ്ടിലെ തവളകളായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഹിജാബ് എന്ന് പറയുന്നത് മറയ്ക്കപ്പെടേണ്ട കാര്യമാണ്. അത് ആണിന് നിർബന്ധമാണ്, പെണ്ണിന് നിർബന്ധമാണ്. അവരവരുടെ നാടുകൾക്ക് അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഡ്രസ് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ജീവിക്കുക. അല്ലാത്തവർ അവരുടെ പാടിന് ജീവിക്കുക നിർബന്ധമാക്കപ്പെടുന്നില്ല. നമസ്കാരം നിർബന്ധമല്ല, ഇത് യാതൊന്നും നിർബന്ധമല്ല. പക്ഷേ ഇവരത് നിർബന്ധിക്കും. ചേകന്നൂർ മൗലവി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പണ്ഡിതനായിരുന്നു. 3 നേരം നമസ്കാരം എന്നാണ് ഖുർആനിലുള്ളത്. ഞാൻ അതനുസരിക്കുന്നു. 2 വിവാഹം കഴിച്ചു അദ്ദേഹം. അതും ആദ്യത്തെ ഭാര്യയ്ക്ക് ആർത്രൈറ്റിസ് മൂലം കിടപ്പ് രോഗിയായപ്പോഴാണ് രണ്ടാമത്തെ ഭാര്യ വിവാഹം കഴിച്ചിട്ടുള്ളത്. പുള്ളിക്ക് മനസ്സിലായി അത് തന്നെ തെറ്റാണ് എന്നുള്ളത്. അക്കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുമുണ്ട്.
ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും മാതൃഭോഗത്തിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഇന്ന് പലിശയില്ലാത്ത എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടതായിട്ട് നിങ്ങൾക്ക് കാണിക്കാമോ? ലോൺ എന്ന് പറയുമ്പോൾ തന്നെ പലിശ കൊടുക്കണ്ടേ? വീട്ടിന് ലോൺ, കാറിന് ലോൺ. അപ്പൊ ഇതൊക്കെ എടുക്കുന്നവൻ മുസ്ലിം അല്ലേ? ഇതൊക്കെ ഒരുപാട് വലിയ സംവാദ വിഷയങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പം അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യ മുന്നോട്ട് വന്ന രീതിയിൽ നമുക്ക് ഈ മതത്തിനെ വിടാതെ തന്നെ അതിന് ചില മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കാം, ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം. ആരും നിങ്ങളെ നിർബന്ധിക്കത്തില്ല, ആരും നിങ്ങളെ കൊല്ലാനും തയ്ക്കാനും വരത്തില്ല. പക്ഷേ ഇതുപോലുള്ള മതവാദികളായ മതപണ്ഡിതന്മാർ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ അവന്മാരുടെ സ്ക്രൂ കേട്ടിട്ടാണ് പലരും വാളെടുക്കുന്നത്. അത്തരക്കാരെ നമുക്കൊന്നും ചെയ്യാനാവത്തില്ല. ആ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ സമൂഹത്തിനെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് ശരിയായ നടപടിയുമല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഇസ്ലാമിയര് മാത്രമല്ല. ജയ 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 ഹേ സിനിമ വന്നത് ഇസ്ലാമിന്റെ പേർക്കല്ല. അതേപോലെ വേറൊരു സിനിമയിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതും ഇസ്ലാമിന്റെ പേർക്കല്ല. ഈ രണ്ട് വിഭാഗത്തിലെയും പെൺകുട്ടികൾ അനുഭവിക്കുന്ന അടിമത്തം തന്നെയല്ലേ? അതിനെയല്ലേ ആ സംവിധായകൻ മുന്നോട്ട് വെച്ചത്? ഇതേ സെയിം സാധനം എല്ലാ മതവിഭാഗത്തിലും തീവ്രമായി നടക്കുന്നുണ്ട്. സ്വത്തിടപാടുകൾ പറയുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ 5000 രൂപയോ തുല്യമായ പൈസയോ കൊടുത്താൽ മതി. മേരി റോയ് പോയി വാങ്ങിയെടുക്കുന്നിടം വരെ തുല്യമായ അവകാശം അവിടെ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല ക്രിസ്ത്യാനിറ്റിയിൽ. ഹിന്ദു മതത്തിലും അത് തന്നെ. ജാതികൾ പല ജാതികളായി കിടക്കുന്നത് കൊണ്ട് ഇന്ന ജാതി എന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ തുല്യമായി കൊടുക്കണമെന്ന് ആ ജാതികളിൽ ഒരു ജാതി പോയി കേസ് പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു തുക കിട്ടി തുടങ്ങിയത്. ഇനി ഇസ്ലാം മതത്തിലേക്ക് വരാം. മഹരണത്തിൽ ഒരു എമൗണ്ട് ആണുങ്ങൾ കൊടുക്കേണ്ട ഒരു വസ്തുത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വത്ത് സംവിധാനം അവിടെ ഉള്ളത്. അതും മാറ്റി എഴുതപ്പെടേണ്ട ഒരു കാര്യമാണ്. വിവാഹത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ കിട്ടേണ്ട സ്വത്തിൽ നിന്ന് കൂടുതൽ അവർക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവിടെ ഒരു ഫൈറ്റ് വരാതെ ഇതിങ്ങനെ പോകുന്നത്. അങ്ങനെ അല്ലാത്ത ഇടങ്ങളിൽ സ്വത്ത് സംവിധാനം ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു നീതിയാണ്. ആ നീതി സഹോദരങ്ങൾ തമ്മിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തടത്ത് അതൊരു നീതി നിഷേധം തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ കേസ് പോകുന്നത് നല്ല കാര്യം. സൂറാബി ടീച്ചർ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരക്കാർക്കൊക്കെ തന്നെ ഒരു യൂട്യൂബ് വേണമെന്നോ അതിൽ നിന്നൊരു വരുമാനം വേണമെന്നോ കൃഷ്ണ ഭഗവാൻ വേണമെന്നോ ഇല്ല. അവരുടെ സമൂഹത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു പറയാൻ അവർക്ക് കൃഷ്ണന്റെ കൂട്ടുകെട്ട് വേണ്ട. ഇത്തരത്തിൽ ഇവർ മറ്റൊരു വിഭാഗത്തിനെ തേടി പിടിച്ച് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇവർ പറയുന്നത് ജെനുവിൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നം ചുരുക്കം. ഇവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും നേടണമെങ്കിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ഭാഗത്ത് കൊണ്ടുവരണമെങ്കിൽ ആദ്യം സ്വയം മാറുകയല്ലേ വേണ്ടത്. അത് അവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ടുപേരെ കൂട്ടിമുട്ടിച്ചിട്ട് നടുക്ക് നിന്നുകൊണ്ട് ചോര കുടയ്ക്കുന്ന ചെന്നായിയുടെ മുഖമാണ് എനിക്ക് ഈ പെണ്ണുങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം. സ്ത്രീകളെ ആക്രമിക്കത്തില്ല, സ്ത്രീകളെ പറയത്തില്ല, ഷെഫീനെ എന്തിനാ സ്ത്രീപക്ഷം പറയാത്തെന്ന് ചോദിച്ചാൽ ചില സ്ത്രീകളുടെ കൊടും കാര്യസ്ഥതയും വൃത്തികേടും കണ്ടാൽ അവർക്കെതിരെ പറയാനാണ് എനിക്കിഷ്ടം. അവിടെ സ്ത്രീപക്ഷമില്ല, മനുഷ്യപക്ഷം മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഈ സ്ത്രീ വളരെ ഫ്രോഡായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന്റെ തെളിവുകളാണ് ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കൃത്യമായി FIR നമ്പർ വെച്ചിട്ടാണ് ഈ വാർത്താ ചാനലുകാർ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മലയാളം അങ്ങനെ എന്തോ ആണ് ചാനലിന്റെ പേര്. ഏതായാലും അതിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തേക്കാം, നിങ്ങൾ അത് പോയി കാണുക. സോ കൃത്യമായ വിവരണം അതിനകത്തുണ്ടാകും. ഇല്ല ഇതിനകത്ത് നിന്ന് കാണണമെങ്കിൽ ഞാനൊരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് വെക്കുന്നു. ബാക്കി നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും. അതിനകത്തുണ്ട് ഡീറ്റെയിൽഡ് വേർഷൻ. സോ അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു രൂപം പിടികിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ജസ്നയുടെ കാര്യത്തിലുള്ള സൈബർ ബുള്ളിങ്, ജസ്നയും TP സുൽഫത്തും ഒക്കെ പറയുന്ന സൈബർ ബുള്ളിങ് ഞാനും നേരിടുന്നുണ്ട്. അടിമ ഗോപി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിക്കുന്ന രീതിയിലുള്ള തെറി എഴുത്തുകളാണ് ഈ പറയുന്ന സംഘികൾ നടത്തിയിട്ടുള്ളത്. എന്റെ ടൈം ലൈനിലാണ് അതുകൊണ്ട് നിങ്ങൾ പോയി നോക്കാം. മില്യൺ കമന്റ്സ് ആണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു മില്യൺ വ്യൂ പോവാത്ത എനിക്ക് മില്യൺ കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നല്ലേ? എല്ലാത്തിലും എന്റെ പിതൃത്വവും എന്റെ മക്കളുടെ പിതൃത്വവും എന്റെ വജൈനയുടെ വലിപ്പവും ചെറുപ്പവും ഒക്കെയാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് കയറ്റേണ്ട പൊരുളുകളുടെ സാധനങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ സൈബർ ബുള്ളിങ് ഒരു പെണ്ണിനാണെങ്കിൽ അത് ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഈ ഭാഗമൊന്നുമില്ല ആ ഭാഗമൊന്നുമില്ല. ബോത്ത് ആർ മാത്തമെറ്റിക്സ് ഇൻ ദിസ് മാറ്റർ. അപ്പൊ അത് മനസ്സിലാക്കുക. അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. സൈബർ ബുള്ളിങ് ചെയ്യുന്നവർക്ക് അത്രത്തോളം ക്വാളിറ്റിയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. കാരണം അവരുടെ വിചാരം തോന്നിവാസം എഴുതി വെച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വാ അടപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ആശയപരമായി വിമർശിക്കാൻ അവരെ കൊണ്ടാകാത്തടത്താണ് അവർ തെറി എഴുതി വെക്കുന്നത്. അത് ഇന്ന വിഭാഗമൊന്നുമില്ല. ചിലർ ഇപ്പൊ ഈ BJP നിൽക്കുന്നവർ പറയും ഞങ്ങളെയാണ് ഇവർ ആക്രമിക്കുന്നത്, ഇപ്പുറത്ത് നിൽക്കുന്നവർ പറയും ഞങ്ങളെയാണ് ഇവർ ആക്രമിക്കുന്നത്. ബോത്ത് ആർ സെയിം ഇൻ എ മാനർ. പെൺകുട്ടികൾ വായി തുറന്നാൽ കിട്ടാവുന്ന മാക്സിമം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് വസ്തുത. അപ്പൊ അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഇരവാദത്തിന് ഒരു പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞ മാറ്റർ ഇഷ്ടപ്പെടാത്ത കുറച്ചു പേർ അവിടെ കമന്റ് ഇടുന്നു, അത്രയും വിചാരിക്കുക, ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ പറഞ്ഞ വിഷയം ഇഷ്ടപ്പെടുന്നവർ നല്ല കമന്റ് ഇടും, അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്ന് പിന്നെ വെച്ചിട്ട് ഇഗ്നോർ ചെയ്ത് മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. ഈ ഇരവാദം ഒട്ടും ശരിയല്ല എന്നാണ് ചുരുക്കം. ജസ്നയുടെ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം, തെറ്റാണെങ്കിൽ തിരുത്താം.
ബിക്കോസ് എനിക്കറിയത്തില്ല, പെർഫെക്റ്റ്ലി എനിക്ക് ആ പെൺകുട്ടി അറിയത്തില്ല. എനിക്ക് യാതൊരു രീതിയിലുള്ള സിമ്പതിയും ആ കുട്ടിയോട് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഐഡോൾ വർഷിപ്പ് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് കാണിക്കുന്ന ഈ പ്രഹസനം ആ മതവിഭാഗത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യാതിരിക്കാനുള്ള ധാർമ്മികത നമുക്കുണ്ടാവണം, മനുഷ്യത്വം നമുക്കുണ്ടാകണം. ആ വിഭാഗത്തിനെ അവഹേളിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഇസ്ലാം വിഭാഗക്കാർ വളരെയധികം ഇഴുകിച്ചേർന്ന് ഹിന്ദു മതവിശ്വാസികളോട് ജീവിക്കുന്നവരാണ്. അവരുടെ വീട്ടിൽ ഓണത്തിന് പായസമോ സാമ്പാറോ ഒക്കെ വെച്ചാൽ നമ്മുടെ വീട്ടിലൊന്നും വെക്കേണ്ട അവസ്ഥ വരത്തില്ല. തിരിച്ച് ഇവിടെയും പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കിയാൽ അവിടെയും ഒന്നും വെക്കില്ല, ഇവിടുന്ന് കൊടുത്തു വിടുകയാണ് പതിവ്. അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന, യുണൈറ്റഡ് ആയി നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഇത്തരക്കാർ വളരെ കുലുംകുശിതമായി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇവരെയാണ് നീക്കി നിർത്തേണ്ടത്. സമൂഹത്തിൽ ഇവർക്ക് അപരവൽക്കരണം അനിവാര്യം. അല്ലാച്ചാൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കർശനമായി കൃത്യമായ കാര്യങ്ങൾ പറയുന്നതിൽ തർക്കമില്ല. അനാവശ്യമായ ഇതുപോലുള്ള തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രകടിപ്പിച്ച് പരത്തുന്നത് ഏറ്റവും തെറ്റായ ഒരു സാധനമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത്. മേ ബി എന്റെ അഭിപ്രായം എല്ലാവർക്കും യോജിക്കണമെന്നുമില്ല. നിങ്ങൾക്കും എന്നെ തെറി വിളിക്കാം. യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇവര് 2011 മുതൽ 2020 വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ ക്രൈംസ് ആണെന്ന് കണ്ടെത്തി ഹൈക്കോടതി വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് എം ആർ അനിത ഈ കേസ് ആദ്യ സിറ്റിംഗിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരള ഹൈക്കോടതിയുടെ ഇതിൽ തന്നെ ആദ്യത്തെ കണ്ടെത്തലാണെന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ